പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന ഈ സന്ദേശം വൻ തട്ടിപ്പാണ്. സൂക്ഷിക്കുക. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഇന്ത്യ പോസ്റ്റ് എന്ന പേരിലുള്ള വ്യാജ സന്ദേശങ്ങൾ പലർക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഈ സന്ദേശം വിശ്വസിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ സ്വകാര്യത അപകടത്തിൽ ആയേക്കാം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പാക്കേജ് വന്നിട്ടുണ്ട്. 2 തവണ ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വിലാസം അപൂർണമായതിനാൽ അതിന് സാധിച്ചില്ല. 48 മണിക്കൂറിനുള്ളിൽ വിലാസം അപ്ഡേറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം പാക്കേജ് തിരികെ അയക്കുന്നതാണ്. വിലാസം അപ്ഡേറ്റ് ചെയ്യാനായി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ പാക്കേജ് വീണ്ടും ഡെലിവറി ചെയ്യുന്നതാണ് എന്നാണ് ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം. നിങ്ങളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഹാക്കർക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കടന്നു കയറാനും മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അതുവഴി നിങ്ങളുടെ ഫോണിലെ എല്ലാ ഡാറ്റയിലേക്കും അയാൾക്ക് പ്രവേശനം ലഭിക്കും. വിലാസം അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഇന്ത്യ പോസ്റ്റ് ഇത്തരം ഒരു സന്ദേശവും ലിങ്കുകളും അയക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ പോസ്റ്റ് വെബ്സൈറ്റിന് സമാനമായ ഒരു വ്യാജ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഒരു ട്രാക്കിംഗ് ഐഡിയും ഡെലിവറി പരാജയപ്പെട്ട നോട്ടിഫിക്കേഷനും അതിൽ കാണാം. ഒപ്പം വിലാസം അപ്ഡേറ്റ് ചെയ്യാനും ആവശ്യപ്പെടും. മൊബൈൽ ഫോണുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ലിങ്ക് പ്രവർത്തിക്കുക. സ്മിഷിംഗ് ആക്രമണങ്ങൾ എന്നാണ് ഇത്തരം സൈബർ ആക്രമണങ്ങളെ വിളിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ ഡൊമൈനുകൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഉപഭോക്താക്കളെ ലക്ഷ്യമിടുകയും വിവരങ്ങൾ ചോർത്തുക, മാൽവെയറുകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവ ചെയ്യുകയാണ് ഇതുവഴി ഇവർ ലക്ഷ്യമിടുന്നത്. ഈ വിവരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ വരുന്ന സന്ദേശങ്ങളെ എങ്ങനെ നേരിടാം? സന്ദേശങ്ങളുടെ ആധികാരികത ആദ്യമേ തന്നെ ഉറപ്പുവരുത്തുക. സംശയം തോന്നിയാൽ പരാതിപ്പെടാം. വ്യക്തിവിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ലിങ്കുകളിലും അപരിചിതർ അയക്കുന്ന ലിങ്കുകളിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. വെബ്സൈറ്റുകളിലെയും സന്ദേശങ്ങളിലെയും ഭാഷയിലെ വ്യാകരണ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യ പോസ്റ്റിന്റെ ഈ സന്ദേശം ലഭിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു പാക്കേജ് വരാനുണ്ടോ എന്ന് ആദ്യമേ തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ അറിവിൽ ഒരു പാക്കേജ് വരാനില്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വിവരം അന്വേഷിക്കുക. ലിങ്കുകൾ യഥാർത്ഥ വെബ്സൈറ്റിൻ്റെത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്